ഹലോ മൈ ബഡ്ഡീസ്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ നമ്മൾ ഗെറ്റ് റെഡി വിത്ത് ഇട്ടില്ലേ വെഡ്ഡിങ് ഗസ്റ്റിൻ്റെ. അപ്പോൾ അങ്ങോട്ട് നമ്മൾ പോവാട്ടോ കല്യാണത്തിന് വേണ്ടിയിട്ട്. എൻ്റെ മുത്താപ്പാൻ്റെ പേരക്കുട്ടിൻ്റെ കല്യാണമാണ്. കോഴിക്കോടല്ലല്ലോ, എവിടെയായിരുന്നു, പരപ്പനങ്ങാടി ആയിരുന്നു കേട്ടോ കല്യാണം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാ നമ്മൾ റെഡിയൊക്കെ ആയിട്ട് വെള്ളിമുങ്ങയിലാണ് പോകുന്നത്. ഇത് ഗന്നെടുത്ത റിസ്കി ഷോട്ടാണ് ഗായ്സ്. അപ്പോൾ അവൾ വീണ്ടും അതിശരിയായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും എടുക്കുന്നുണ്ട്. ഉമ്മച്ചിനെ കണ്ടിട്ടില്ല, നല്ല ഡ്രസ്സുമില്ല. ഉമ്മച്ചിനെ കാണാൻ എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഉമ്മച്ചിൻ്റെ ഡ്രസ്സ്. പിന്നെ ഇതാ മമ്മു ഉറങ്ങണ്ട എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അവന് ഉറക്കമൊക്കെ വരുന്നുണ്ട് കാറ്റടിച്ചിട്ട്, പക്ഷേ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് അവൻ കണ്ണ് തുറന്ന് മിഴിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് കാറ്റടിച്ച് അവൻ ഉറങ്ങിപ്പോയി ഗൈസ്. ചെറിയ കുഞ്ഞല്ലേ, അപ്പോൾ അവൻ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ തന്നെ ഞാൻ വെറുതെ എന്നെ നോക്കിയിട്ട് എൻ്റെ സ്റ്റൈലൊക്കെ രസമുണ്ടോ, എൻ്റെ ഹെയർ സ്റ്റൈൽ നല്ലതാണോ എന്നൊക്കെ നോക്കി ഒന്നുകൂടെ സെറ്റ് ആവണുണ്ട്, ചിരിച്ചിട്ട് ഭംഗിയില്ലെന്ന് നോക്കണുണ്ട്. പിന്നെ നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ജ്യൂസൊക്കെ കുടിക്കുന്നുണ്ട്. മമ്മൂന് നമ്മളിനി ഡ്രസ്സ് മാറ്റിച്ച് കൊടുക്കും കേട്ടോ. ഇത് യാത്രയിൽ കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്ക് കംഫർട്ടബിൾ അല്ലാന്നുണ്ടെങ്കിൽ അവർ പിന്നെ കരഞ്ഞാകെ നിലവിളിച്ച് ബഹളാക്കൂലേ. ഇത് ആരാന്നൊന്നും അറിയില്ല കേട്ടോ. അവരുടെ കൂടെ കയറി ഇരുന്നിട്ട് ഫോട്ടോസൊക്കെ അവൻ എടുക്കുന്നുണ്ട്. അതാണ് ഗായ്സ് പെണ്ണിൻ്റെ അനിയൻ. നമുക്ക് എൻ്റെ ഇത്താത്താൻ്റെ മോളുടെ കല്യാണമായിരുന്നു കേട്ടോ. ഇത്താത്താൻ്റെ മോനാണത്. അപ്പോൾ ഇതാ നമ്മൾ താഴെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മമ്മും ഉമ്മാൻ്റെ അടുത്തായിരുന്നിട്ട് മേലെ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ചിക്കൻ ബിരിയാണി ആയിരുന്നു. അങ്ങനെ അതൊക്കെ തട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ജസ്റ്റ് കഴിക്കുന്ന ഒരു ക്ലിപ്പ് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ക്യാമറ ഒക്കെ ഓണാക്കിയിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴാണ് മറ്റം വന്നിട്ട് കളിയൊക്കെ ഉണ്ടായിരുന്നത്. അവനെനിക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പം ഭയങ്കര വണ്ടർ അടിച്ചിട്ടിരിക്കുകയാണ്. യൂട്യൂബ് ചാനൽ നിനക്കാന്നൊക്കെ ചോദിച്ചിട്ട്. എൻ്റെ താഴെയുള്ള ആളാട്ടോ, പക്ഷെ എന്നെ കാട്ടി ഹൈറ്റൊക്കെ ഉണ്ട്. അത് പിന്നെ അങ്ങനെയല്ല, നമ്മുടെ അനിയന്മാരും അനിയത്തിമാരൊക്കെ നമ്മളെക്കാട്ടിലും വലുതാവുമല്ലോ എന്തായാലും. പിന്നെ ഇതാ ഡ്രസ്സൊക്കെ മാറ്റിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനും മമ്മും മാച്ചിങ് ഗ്രീൻ ആക്കിയിട്ടാണ് ഡ്രസ്സൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവനിങ്ങനെ മടിയിൽ കയറി ഇരുന്നിട്ട് പാട്ടൊക്കെ പാടി കളിക്കുക കേട്ടോ. അപ്പോൾ ഇതാ ബാക്കിൽ ഉമ്മയുണ്ട്, ഉപ്പുണ്ട്. ഗന്ന എവിടെയോ ആണ് ഗൈസ്. ഗന്ന അവിടെ അങ്ങോട്ട് സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അവിടുത്തെ ആൾക്കാരൊക്കെ. പിന്നെ അത് ഉപ്പ മൂത്താപ്പാൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഒപ്പം ഇരുന്നിട്ട് അവർ സൊറ പറയായിരുന്നു കേട്ടോ. പഴയ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ കഥകൾ ഇങ്ങനെ പറഞ്ഞ് സൊറ പറയായിരുന്നു. പിന്നെ നമ്മളിത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ ചമ്മിപ്പോയി ഗൈസ്. പെണ്ണ് ചോറുണ്ണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നമ്മുടെ മാത്രം ഫോട്ടോഗ്രാഫറെ കൊണ്ട് എടുപ്പിച്ച് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് അവിടെ നിന്ന് വരാം കേട്ടോ. കാരണം ചെക്കൻ വരാൻ വേണ്ടിയിട്ട് നല്ല ലേറ്റ് ആവും. പിന്നെ ഉപ്പാനെ കുറേ നേരം ഇരുത്താൻ പറ്റില്ലല്ലോ, ഉപ്പാക്ക് കുറച്ച് നേരം കിടക്കൊക്കെ വേണ്ട. അപ്പോൾ നമ്മൾ പോവാണ് കേട്ടോ. അവരടുത്ത് യാത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പോവാണ്. വണ്ടിയിൽ കയറി ഇരുന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്രണ്ടിൽ വേഗം കയറി സീറ്റ് പിടിച്ചിട്ടാണ്. ബാക്കിലിരുന്നിട്ട് എനിക്ക് വരുമ്പോൾ ഛർദ്ദിക്കാനൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോകുമ്പോൾ ബീച്ച് സൈഡിൽ കൂടെ കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ എന്നെ വീണ്ടും നോക്കിയിട്ട് ഒക്കെ സെറ്റില്ലേ എന്ന് നോക്കണുണ്ട്. നമ്മൾ ഫോൺ ക്യാമറ എടുത്തിട്ടാണല്ലോ അതൊക്കെ ചെക്ക് ചെയ്യുക. പിന്നെ അതാ എവിടെയൊക്കെ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാടെത്തുമ്പോൾ ഉള്ളൊരു വൈബ് വേറെ തന്നെ അല്ലേ. ചമ്രോട്ടം പാലെത്തിയിട്ടുണ്ട്. കഴിഞ്ഞാൽ നമ്മുടെ പൊന്നാനി കർമ്മയിൽ നമ്മൾ കർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വികാരമാണ്. അവിടെ എത്തിയിട്ട് എന്തെങ്കിലും കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ അതൊരു വലിയ മിസ്സിങ്ങും കൂടിയാട്ടോ. അപ്പോൾ നമ്മൾ കരിമ്പ് ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ച്. കടകളൊന്നും അങ്ങനെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. ഉച്ചമുക്കാൽ സമയമായ കാരണം കടകളൊന്നും ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തുറന്നൊരു കടയിൽ നിന്ന് കരിമ്പ് ജ്യൂസ് മേടിച്ച് കുടിച്ച്. അപ്പോൾ യന്ത്രൂനാൽ കറങ്ങാണ്ട് അതുപോലെ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കരിമ്പ് ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് അവിടെ നിന്ന് എടുത്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. പുതിയണ്ണിൻ്റെ ഒന്നും വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ എൻ്റെ തന്നെ കുറച്ച് പ്രഹസനങ്ങൾ ആദ്യം കാണിക്കുക. ഇതൊക്കെ കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ള നല്ല നല്ല ഫോട്ടോസ്. പിന്നെ ഇതാണ് നമ്മുടെ പുതുവെണ്ണ്, എൻ്റെ അനിയത്തിയാണ് കേട്ടോ. പിന്നെ ഇതെൻ്റെ കുഞ്ഞുമ്മയും മോനും ഒക്കെ എല്ലാവരും ഉണ്ട്. എല്ലാവരുടെ കൂടെ ഒന്നും ഫോട്ടോ എടുത്തിട്ടില്ല. എല്ലാവർക്കും ഒന്നും അങ്ങനെ കംഫർട്ടബിൾ ആയിരിക്കണമെന്നില്ലല്ലോ. അപ്പോൾ കംഫർട്ടബിൾ ആയവരുടെ ഫോട്ടോസ് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നത് മാത്രം. പിന്നെ ഇത് മുമ്മുനെ ഡ്രസ്സ് മാറ്റിച്ചു കൊടുത്തിട്ട് ഞാനങ്ങനെ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇത് ഞാൻ എൻ്റെ ഗന്നി, പിന്നെ എൻ്റെ ഉപ്പച്ചും ഉമ്മച്ചും, പിന്നെ ഞാൻ ഒറ്റയ്ക്ക്. അപ്പോൾ അത്രയുള്ളൂ ഗൈസ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, ലവ് യു.